ഹായ്, വെൽക്കം ബാക്ക് ടു അജയ് ബേബീസ് ക്രിയേറ്റീവ് വേൾഡ്. നിങ്ങളുടെ വീട്ടുമുറ്റത്തോ ബാൽക്കണിയിലോ ചട്ടിയിൽ നിറയെ കുരുമുളക് കായ്ച്ചു നിൽക്കുന്നത് ഒന്ന് ഓർത്തു നോക്കൂ. അതാണ് കർഷകർക്കിടയിൽ സൂപ്പർ ഹിറ്റായ കുറ്റിക്കുരുമുളക് അല്ലെങ്കിൽ ബുഷ് പെപ്പർ. സാധാരണ കുരുമുളക് പോലെ മരത്തിൽ പടർന്നു കയറാതെ ഒരു കുറ്റിച്ചെടിയായി ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഇത് വളർത്താൻ സാധിക്കും. കുറഞ്ഞ സ്ഥലമുള്ളവർക്കും ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും ഇത് വളർത്താൻ സാധിക്കും. കുറ്റിക്കുരുമുളക് തൈകൾ എല്ലാ പ്ലാന്റ് നഴ്സറികളിലും ലഭ്യമാണ്. തിരിയിട്ട് കുരുമുളക് ഉണ്ടാവാൻ തുടങ്ങിയ തൈകൾ വേണം നമ്മൾ വാങ്ങാൻ. ചട്ടി നിറയ്ക്കാൻ മണ്ണിനോടൊപ്പം ചകിരിച്ചോറും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ഒക്കെ അടങ്ങിയ ഒരു ജൈവവളമാണ് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത്. തൈകൾ നടാൻ നല്ല ഇളക്കമുള്ള നല്ല നീർവാഴ്ചയുള്ള കട്ടിപിടിക്കാത്ത പോട്ടിംഗ് മിശ്രിതമാണ് ഉപയോഗിക്കേണ്ടത്. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും ജലാംശം നിലനിർത്താനും തേങ്ങയുടെ തൊണ്ട് കറ കളയാൻ ഒരാഴ്ച വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായി കഴുകിയെടുത്ത് കഷണങ്ങളായി മുറിച്ച് ചട്ടിയുടെ അടിയിൽ വെച്ചാണ് ഞാൻ നടുന്നത്. തേങ്ങയുടെ തൊണ്ട് വെള്ളത്തിലിട്ട് കറ കളഞ്ഞ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ഇങ്ങനെ ചെയ്താൽ പിന്നീട് വലിയ ഒരു ചട്ടിയിലേക്ക് തൈകൾ മാറ്റണമെങ്കിലും വേരുകൾ പൊട്ടിപ്പോകാതെ മാറ്റാൻ സാധിക്കും. ഇതുപോലെ ചെയ്ത് തൊണ്ട് ഉണക്കി വെച്ചാൽ നിങ്ങൾക്ക് മറ്റു പ്ലാന്റ്സ് ചട്ടിയിൽ നടുമ്പോൾ ഉപയോഗിക്കാം. മാറ്റി നട്ട തൈകൾ 2 ആഴ്ച സൺലൈറ്റ് അടിക്കാതെ വെക്കുക. അത് കഴിഞ്ഞ് തൈകൾ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നിടത്ത് വെക്കുക. ദിവസവും ആവശ്യത്തിന് നനയ്ക്കുക. കുരുമുളകിന് നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. കൃത്യമായ ഇടവേളകളിൽ ജൈവവളങ്ങൾ, അതായത് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് മുതലായവ നൽകിയാൽ നട്ട വർഷം മുതൽ തന്നെ നിങ്ങൾക്ക് കുരുമുളക് ലഭിക്കും. നന്നായി പരിചരിച്ചാൽ വർഷം മുഴുവനും ഇതിൽ നിന്ന് കുരുമുളക് ലഭിക്കും. കുരുമുളക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അത് ദഹനം മെച്ചപ്പെടുത്തുകയും ശരീരത്തിൻ്റെ രോഗപ്രതിരോധം വർദ്ധിപ്പിക്കുകയും ചെയ്യും. കണ്ണിൻ്റെ ആരോഗ്യത്തിനും ജലദോഷം, തൊണ്ടവേദന തുടങ്ങി പലവിധ രോഗങ്ങൾക്കും കുരുമുളക് നല്ല ഔഷധമാണ്. പതിവായി കുരുമുളക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ തണുപ്പുകാലത്ത് നമുക്കുണ്ടാകുന്ന ചുമ, ജലദോഷം തുടങ്ങിയ അസുഖങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ഈ വിജയകരമായ കുറ്റിക്കുരുമുളക് കൃഷി നിങ്ങളും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് ഇനി നമുക്ക് അടുക്കളത്തോട്ടത്തിൽ തന്നെ വിളയിക്കാം. ഞാൻ അജയ് ബേബി. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.